നിങ്ങളാരെങ്കിലും മയിൽപ്പീലി ആരും കാണാണ്ട് ബുക്കിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഇപ്പം എന്തായാലും നമുക്ക് ബുക്കിൻ്റെ ഉള്ളിൽ ഉണക്കാൻ വെച്ച ഇല എന്തായാലും നോക്കാം. കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്തിനാന്നല്ലേ, ഒരു ഹെർബറി ഉണ്ടാക്കണം. ഇതും കൂട്ടി എത്രാമത്തെ ഹെർബറി ഞങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. കുറേ ഇത് എല്ലാം തലേദിവസം ചെയ്യണം. നല്ല സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇല പൊട്ടിച്ച് വെക്കാൻ കുറച്ച് വൈകി, അതുകൊണ്ട് അധികം ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയൺ ബോക്സ് എടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി. സംഭവം സെറ്റ്. ഇതൊക്കെ ഏതായാലാന്നല്ലേ? കുറേ ഉണ്ട്. കുറേയൊന്നുമില്ല, 10 ഉള്ളൂ. എന്നാലും നമുക്കത് കുറയാണ്. ഇപ്പം ഏകദേശം ഒരു ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഹെർബറി ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് A4 ഷീറ്റ്, സ്കെച്ച്, ക്രയോൺസ്, പശ, അങ്ങനെ ഇതിന് വേണ്ട കുറച്ച് ആൾക്കുലത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡർ ലൈൻ ഒന്ന് സെറ്റാക്കാം. അധികം ആഡംബരമൊന്നും വേണ്ട, ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ഔട്ട്ലൈൻ വരയ്ക്കാം. അങ്ങനെ ഇല ഒട്ടിക്കേണ്ട എല്ലാത്തിലും ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഓരോ ഇലയായിട്ട് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ പശയല്ലാണ്ട് സെലോ ടേപ്പ് യൂസ് ചെയ്യണവരുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് പശയാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ നല്ല വൃത്തിക്ക് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാ ഇലയും ഒട്ടിച്ചു കഴിഞ്ഞു. ഈ ഹെർബറിയും ശരിക്കും ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത് ഓരോ ക്രോപ്പിലും വരുന്ന ഡിസീസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ എഴുതുന്നത്. ക്രോപ്പ് ഡിസീസ്, കോസൽ ഓർഗാനിസം, എവിടെ നിന്നാണ് കളക്ട് ചെയ്ത ഡേറ്റ്, ഈ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. എഴുതിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റാക്കണം. അതിന് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും എടുക്കണില്ല, എന്നാലും വെറുതെ എഴുതി വെച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് ഇലയും പൂക്കളും കായ്ക്കളൊക്കെ ആവാമെന്ന് വിചാരിച്ച് ഞാൻ ഇൻട്രസ്റ്റിലൊക്കെ തപ്പിയപ്പോൾ ഒരു സിമ്പിൾ ഒരു ഡിസൈൻ കണ്ടു. അപ്പോൾ അത് നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പേജ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ബൈൻഡ് ചെയ്യാം. ബൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തന്നെ അങ്ങോട്ട് ഒട്ടിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഇലകൾ ഒട്ടിച്ച് A4 ഷീറ്റൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റാപ്ലെയർ അടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഫ്രണ്ട് പേജ് പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റാപ്ലെയർ പുറത്തേക്ക് കാണില്ല. ഫൈനലി ഇതാണ് നമ്മുടെ ഹെർബേറിയം. എങ്ങനെയുണ്ട്?